ക്ഷണം സ്വീകരിക്കാത്തവരുമുണ്ട്. ലോകത്തിന്റെ തിരുദൂതൻ പറഞ്ഞ വാക്കുകൾ സത്യമാകുന്ന രൂപത്തിൽ അവനുണ്ടെങ്കിൽ ഞാൻ അങ്ങട്ടില്ല എന്ന് വാശി പറയുന്നവരുണ്ട്. അവൻ എന്നോട് സംസാരിച്ചാൽ ഞാൻ പിന്നെ അവിടെ നിൽക്കില്ല എന്ന് പക പറയുന്നവരുണ്ട്. അവസാനം വയക്കും വക്കാണവും പിണക്കവും ഏതുവരെ നമ്മൾ കൊണ്ടു നടക്കും? മരണം വരെ. അവസാനം മരിക്കുന്ന സമയത്ത് പോലും ആ പിണക്കം നമ്മൾ മാറ്റാറില്ല. അല്ലേ? മരിച്ചു കിടക്കുന്ന ഒരു മനുഷ്യന്റെ മയ്യത്ത് പങ്കെടുത്തപ്പോ 2 ആഴ്ചകൾക്ക് മുൻപ് ആ മയ്യത്തിനെ കബറിലേക്ക് വെക്കുന്ന സമയത്ത് ആ കബറിലേക്ക് വെക്കുന്നതിന്റെ അരികിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ പറഞ്ഞൊരു വാക്കുണ്ട്. ആ മയ്യത്തിനെ നോക്കിയിട്ട്, എന്തൊക്കെ കാണിച്ചു കൂട്ടിയ മനുഷ്യനാ, അവസാനം കിടക്കുന്ന കിടപ്പ് കണ്ടോന്ന്. അത്രയുള്ളൂ മനുഷ്യരെ ദുനിയാവിൽ. എന്തൊക്കെ ചെയ്തു കൂട്ടിയാലും കാണിച്ചു കൂട്ടിയാലും 6 അടി മണ്ണിലേക്ക് മടങ്ങിപ്പോകേണ്ടവർ. ആ ബന്ധങ്ങൾ ഇന്ന് പലരും അലോഗ്യത്തില. ഈ കൂട്ടത്തിലുണ്ടാകും പലരുമായിട്ട് അലോഗ്യം കൊണ്ടു നടക്കുന്നവര്. വാപ്പാനോട്, ഉമ്മാനോട്, വേലിക്കപ്പുറത്തുള്ള അയൽവാസികളോട്, കുടുംബക്കാരോട്, ബന്ധക്കാരോട്, മകൻ കെട്ടിയ വീട്ടുകാരോട്, മകളെ കെട്ടിയ വീട്ടുകാരോട്. ഓരോ ബന്ധങ്ങളും ചെറിയ കാരണത്തിന്റെ പേരിൽ തമ്മിൽ അകന്നു നടക്കുന്ന ആളുകൾ. എന്തേ പിണങ്ങാനുള്ള കാരണം? നാട്ടുകാർക്കിടയിൽ ചില കാര്യങ്ങൾ പറയുമ്പോ ചില ആളുകൾ പിണങ്ങാനുള്ള കാരണം പറയുന്നത്, എല്ലാരെയും 1.5 മാസോ 1 മാസം മുൻപേ കല്യാണം വിളിച്ചു, എന്നെ മാത്രം വിളിച്ചത്